ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ഫസ്റ്റ് തന്നെ കാണിക്കുകയെന്ന് പറഞ്ഞാൽ ലക്ഷ്മി സിദ്ധുവിനെ അന്വേഷിച്ചിട്ട് നടക്കുകയാണ്. അപ്പോൾ സിദ്ധുവിനെ കണ്ടപ്പോൾ പറയാണ്, സിദ്ധു എന്താ ആൻറ്റി, നിൻ്റെ അങ്കിള് അന്വേഷിക്കുന്നു, മുറിയിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. ഇതാ വരുന്നു ആൻറ്റി. മോനെ സിദ്ധു, എന്താ അങ്കിൾ എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു? ഇരിക്കുമോ, ഞാൻ പറയാം. പറയാങ്കിളെ, നമ്മുടെ കമ്പനിക്കെതിരെ കേസ് കൊടുത്ത 2 ക്ലയൻസിനെയും വിളിച്ച് ഞാൻ സംസാരിച്ചിട്ട് കേസ് പിൻവലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിദ്ധുവിന് സന്തോഷമായി. നന്നായി അങ്കിളെ, നന്നായി. അവരോട് ഒരു 6 മാസം സമയം വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആ 6 മാസത്തിനുള്ളിൽ വീണ്ടും നമ്മൾ എക്സ്പോർട്ട് ചെയ്യേണ്ട പ്രോജക്ട്സ് ക്വാളിറ്റിയോടുകൂടി റെഡിയാക്കി കൊടുക്കാമെന്നും പറഞ്ഞു. നമ്മുടെ കമ്പനിയുടെ ഉയർച്ചകൾക്കെല്ലാം കാരണമായത് നമ്മുടെ പ്രോഡക്ട്സ് എപ്പോഴും ക്വാളിറ്റിയിൽ നമ്പർ 1 ആയതുകൊണ്ടാണ്. അതുകൊണ്ട് അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു നമ്മളെ ക്വാളിറ്റി എപ്പോഴും നല്ലതായിരിക്കുമെന്ന്. പക്ഷേ ഇന്ന് ആ ക്വാളിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു. വീണ്ടും നമ്മൾ 0-ൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. നമുക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. അതിന് നമ്മൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യണം. ഞാനിനി ഒരിക്കലും മേഘയെ വിശ്വസിക്കില്ല സിദ്ധു. നീ തന്നെ കമ്പനിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കണം. ഞാൻ മേഘയെ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിവാക്കുകയാണ്. ഒരു കമ്പനി നല്ലോണം ഉള്ളപ്പോൾ ഒഴിവാക്കുന്നതും പിന്നെ ഇതുപോലെ സാമ്പത്തിക ക്രൈസിസ് ഉള്ളപ്പോൾ ഉത്തരവാദിത്തം ഏൽക്കുന്നതും അത് രണ്ടാണ് സിദ്ധു. ആപത്കരമായ ഈ സമയത്ത് തന്നെ ഞാൻ സിദ്ധുവിനെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. ഇനി സിദ്ധു, നീ വേണം ഈ കമ്പനിയെ പഴയതുപോലെ ഉയരത്തിൽ എത്തിക്കാൻ. നമ്മുടെ കമ്പനിയെ വിശ്വസിച്ച 1000 കുടുംബങ്ങളുണ്ട് മോനെ. അവരുടെ എല്ലാം ഉത്തരവാദിത്തം നമ്മൾക്കല്ലേ ഉള്ളത്. നീ തന്നെ നോക്കിക്കോളാം മോനെ സിദ്ധാർത്ഥ്. ശരി അങ്കിൾ, ഞാൻ നോക്കിക്കോളാം. അപ്പോൾ എണീറ്റ് പോകാൻ വേണ്ടി പോകുന്ന സമയത്ത് പറയാണ് ലക്ഷ്മി, സിദ്ധു 1 മിനിറ്റ്, ഞാനിപ്പോൾ വരാം. ദീപം തൊഴുതോളൂ സിദ്ധു. ലക്ഷ്മി തന്നെ അവന് സിന്ദൂരമൊക്കെ വെച്ചു കൊടുത്തു. എന്നിട്ട് പറയാണ്, ഇനി അങ്ങോട്ട് എല്ലാം നല്ല നിലയിൽ തന്നെ നടക്കും. താങ്ക്സ് ആൻറ്റി. സിദ്ധു പോയി. അപ്പോൾ ലക്ഷ്മി മഹേന്ദ്രൻ സാറിൻ്റെ അടുത്ത് പറയാണ്, ഏട്ടൻ ഇനി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എല്ലാം ഇനി നല്ല നിലയിൽ തന്നെ നടക്കും. എന്നെ കാണിക്കുന്നത് മേഘയെയും സ്റ്റാഫിനെയുമാണ്. അപ്പോൾ മേഘ പറയാണ്, സാർ, മെറ്റീരിയൽസ് ക്വാളിറ്റി ഇല്ലാതെ പോയതിന് ഞങ്ങളെങ്ങനെയാണ് ഉത്തരവാദികളാകാം? അതിൻ്റെ പേരിൽ നിങ്ങൾ ഫാബ്രിക്സ് ഒക്കെ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക? തന്ന അഡ്വാൻസ് വരെ നിങ്ങൾ തിരിച്ചു ചോദിക്കുകയല്ലേ? ഞങ്ങൾ ഇന്നും ഇന്നലെയല്ല നിങ്ങളുടെ കമ്പനിയിൽ നിന്നും ഫേവറേറ്റ്സ് വാങ്ങുന്നത്. 15 വർഷമായി. എന്നാൽ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇങ്ങനെ നടന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഉണ്ടായത്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ക്ഷമയോടെ സംസാരിക്കുന്നത്. ഞങ്ങളുമായി ഡീൽ ചെയ്യാനായിട്ട് എത്ര കമ്പനികളാണ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നത് എന്നറിയാമോ? പക്ഷേ മഹീന്ദ്രൻ സാറിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവിടെ തുടരുന്നത്. നിങ്ങൾ എക്സ്പോർട്ട് ചെയ്ത എല്ലാ ഫേവറേറ്റ്സും റിട്ടേൺ ചെയ്തിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റിയിൽ ഫേവറേറ്റ്സ് തരുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുമായി ബിസിനസ് നടത്താം. അല്ലെങ്കിൽ ബിസിനസ് ഇതോടെ നിർത്തുന്നതാണ് നല്ലത്. അത് കേട്ട് മേഘ ഒന്ന് ഞെട്ടി. ഞങ്ങൾക്ക് സെറ്റിൽ ചെയ്യാനുള്ള പണം സെറ്റിൽ ചെയ്താൽ ഞങ്ങൾ പോയിക്കോളാം. സാർ, ഓൾറെഡി കമ്പനിക്ക് 20 lakhs ക്ലോസാ. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ എമൗണ്ട് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങളെവിടെ പോവും? അപ്പോഴാണ് സിദ്ധു വരുന്നത്. അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ്, എന്ത് പറ്റി മേഘ? സിദ്ധു, ഇവർ ഉടൻ തന്നെ ഇവരുടെ നഷ്ടങ്ങൾ സെറ്റിൽ ചെയ്യണം എന്ന് പറയായിരുന്നു. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അത്രയും ഫണ്ടില്ല, എന്ത് ചെയ്യും? അപ്പോൾ സിദ്ധു പറയാണ്, 1 മിനിറ്റ്. അപ്പോൾ സിദ്ധു വന്നിട്ട് ഇടപെട്ട് പറയാണ്, ഹലോ സാർ. സിദ്ധു ആദ്യം തന്നെ മാപ്പ് പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾക്ക് തന്നെ അറിയാലോ, ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു സംഭവം ഫേസ് ചെയ്യുന്നത്. അത് സോർട്ട് ഔട്ട് ചെയ്യാൻ എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞങ്ങൾക്കൊരു 6 months തരൂ. നിങ്ങൾക്ക് നല്ല ഫേവറേറ്റ്സ് തരേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ അതിനുശേഷം നമുക്ക് നമ്മളെ പഴയ ബിസിനസ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഇത് ഞാൻ മാത്രം എടുക്കുന്ന തീരുമാനമല്ല സാർ, മഹീന്ദ്രൻ സാറാണ് ഇത് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. സാർ, ആക്ച്വലി ചില തെറ്റായ കാരണങ്ങൾ തീരുമാനമാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ തന്നെ ഉണ്ടായത്. പക്ഷേ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല സാർ. അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ തന്നെ ഏറ്റെടുത്തോളാം.
പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റേറ്റിൽ തന്നെ ഞാൻ തരാം. അതിന് ഞാൻ വാക്ക് തരാണ് സാർ. ഓക്കെ. ഞങ്ങൾ 15 വർഷമായി മഹീന്ദ്രൻ സാറുമായി ബിസിനസ് ചെയ്യുന്നവരാണ്. അദ്ദേഹത്തിന് വേണ്ടി ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഞങ്ങൾ എക്സ്ക്യൂസ് തരികയാണ്. അത് കേട്ട് മേഘ ഒന്ന് ശ്വാസം നേരെ വിട്ടു. നിങ്ങൾ പറഞ്ഞതുപോലെ 6 മാസത്തിനുള്ളിൽ ഫേവറേറ്റ്സ് അയച്ചു തരിക. ഉറപ്പായും സാർ. താങ്ക് യു സോ മച്ച്. സിദ്ധുവിന് സന്തോഷമായി. താങ്ക് യു സാർ എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ സിദ്ധു മേഘയും മാത്രം തനിച്ചായി. അപ്പോൾ സിദ്ധു മേഘയോട് പറയാണ്, മേഘ, ഇനി മുതൽ അങ്ങോട്ട് ഈ ബിസിനസ് എല്ലാം എന്നോട് തന്നെ ഏറ്റെടുത്ത് ചെയ്യാനാണ് അങ്കിൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഇതെല്ലാം ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം. യു ക്യാൻ ഗോ. പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രിക തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മി കോഫിയുമായിട്ട് വന്നിട്ട് പറയാണ്, ഇതാ ചന്ദ്രികയെ. എന്താ അമ്മേ? ഇതാ കോഫി കുടിക്ക്. ഇതെന്താ അമ്മേ? എന്തിനാ അമ്മേ എനിക്ക് കോഫിയൊക്കെ എടുത്തിട്ട് വന്നേ? ഞാൻ എനിക്കുണ്ടാക്കിയതാ. അതിൻ്റെ ഒപ്പം നിനക്കും ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇതാ കുടിക്ക്. അവൾ കോഫി വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് തന്നെ കുടിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയാണ്, ചന്ദ്രികയെ, എന്താ അമ്മേ? ഇങ്ങ് വാ, ഇവിടെ ഇരുന്ന് കുടിക്ക്. അത് വേണ്ട അമ്മേ. നീ വന്നേ, നിന്നിട്ടല്ല കോഫി കുടിക്കേണ്ടത്. നീ വാ. ന്യൂസ് പേപ്പറും കയ്യിൽ പിടിച്ച് മഹീന്ദ്രൻ സാറും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ലക്ഷ്മി പറയണം, നീ വാ, ഇങ്ങ് വാ. നീ പറയുന്നത് കേൾക്ക് മോളെ, ഇവിടെ ഇരിക്കുക, ഇരുന്ന് കൊണ്ട് കുടിക്കുക. ചന്ദ്രിക അത് വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രികയോട് ചോദിക്കുകയാണ്, എന്താ മോളെ, കോഫി ചൂടുണ്ടോ? ഞാൻ തണിച്ചു കൊണ്ടുവരണോ? എന്താ അമ്മേ? വേണ്ടമ്മേ. മഹേന്ദ്രൻ സാർ പറയാണ്, എൻ്റെ അമ്മേ, ചന്ദ്രിക സ്വന്തം മകളാണെന്നറിഞ്ഞപ്പോൾ ലക്ഷ്മി എന്നെ കൂടി മറന്നുപോയല്ലോ. ചന്ദ്രികയെ ലക്ഷ്മി എത്രമാത്രം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടുപേരും സന്തോഷത്തോടെ അവൾ കുടിച്ചുകൊണ്ടിരിക്കുന്നതന്നെ നോക്കുകയാണ്. എന്നിട്ട് ലക്ഷ്മി പറയാണ്, ശരി, നീ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടാ, ഞാൻ ഇപ്പോൾ വരെ എന്ന് പറഞ്ഞ് അവർ പോയി. ലക്ഷ്മി പോയത് ചന്ദ്രിക തുടച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം ബാക്കി ഭാഗം തുടക്കാൻ വേണ്ടിയാണ്. അത് മോപ്പൊക്കെ എടുത്തിട്ട് അത് തുടക്കുകയാണ്. അപ്പോൾ മഹീന്ദ്രൻ സാർ ഇപ്പുറത്ത് നോക്കിയിട്ട് പറയാണ്, ആഹാ കൊള്ളാലോ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ട് ലക്ഷ്മി ഇതൊന്നും ചെയ്യാത്ത കാര്യമാണല്ലോ, ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നു. മഹീന്ദ്രൻ സാർ ലക്ഷ്മി തുടച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രിക ചായയും കുടിച്ച് പോകുന്ന സമയത്ത് കാണുന്നത് ലക്ഷ്മി അമ്മ ബക്കറ്റ് കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണ്, വെള്ളം ബക്കറ്റ് കൊടുത്തിട്ട്. അയ്യോ എന്താ അമ്മ എന്താ ചെയ്യുന്നത്? അമ്മ എന്താ കാണിക്കുന്നേ? ബക്കറ്റും വെള്ളമായിട്ട് അമ്മയാണോ പോകുന്നത്? എനിക്ക് മുകളിലൊക്കെ തുടക്കാണ്ട് ഇങ്ങ് തന്നെ. ഞാൻ അവിടെ മൊത്തം തുടച്ചു, നീ ഇനി അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട. എന്താ അമ്മ ഇത്? അമ്മ എന്താ ഇതൊക്കെ ചെയ്യുന്നേ? വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിക്കുക, അറ്റ്ലീസ്റ്റ് ഈ ജോലിയെങ്കിലും ചെയ്യണ്ടേ? ഞാൻ ചെയ്തോളാം അതൊക്കെ. അപ്പോൾ ചന്ദ്രിക പറയാണ്, ഈയിടെയായിട്ട് അമ്മയ്ക്ക് വല്ലാതെ വാശി കൂടുന്നുണ്ട്. ഇല്ല ഞാൻ തന്നെ കൊണ്ടുപോയി ഒഴിച്ചോളാം. അമ്മ പറയാണ്. അപ്പോൾ ചന്ദ്രിക പറയാണ്, വേണ്ട അമ്മ, എന്താ അമ്മ എന്താ കാണിക്കുന്നത്? ഞാൻ കൊണ്ടുപോയി ഒഴിച്ചിട്ട് കളഞ്ഞിട്ട് കൊണ്ടുവരാം. ഞാൻ ചെയ്തോളാം. അപ്പോൾ ചന്ദ്രിക പറയാണ്, വേണ്ട അമ്മ, വിട്ടേക്ക്, ഞാൻ ചെയ്യാം. രണ്ടുപേരും കൂടി വാശി പിടിച്ച് ചെയ്യാണ്. ഞാൻ ചെയ്തോളും ചന്ദ്രിക ആണെങ്കിൽ അതും വിട്ടു കൊടുക്കുന്നില്ല. വേണ്ട അമ്മ വേണ്ട, ഞാൻ ചെയ്തോളാം. അപ്പോഴേക്കും അവിടെ മഹേന്ദ്രൻ സാർ എത്തി. ഏയ് ലക്ഷ്മി, നീ ബക്കറ്റെങ്കിലും അവൾക്ക് കൊടുക്ക്. അപ്പോൾ ലക്ഷ്മി പറയാണ്, ഇല്ല ഏട്ടാ, ഈയിടെയായിട്ട് ചന്ദ്രിക ഒരുപാട് ജോലി ചെയ്യുന്നു, അതുകൊണ്ട് ഈ ജോലിയെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കുക എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് മുത്തശ്ശി അങ്ങനെ താഴേക്ക് വരികയാണ്. ചന്ദ്രികയെ അതിങ്ങത്താ. അയ്യോ അമ്മ, ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ ചെയ്യാം. ചന്ദ്രിക, ഞാൻ ചെയ്തോളാം. വേണ്ടമ്മ, ഞാൻ ചെയ്തോളാം. രണ്ടുപേരും അവിടെ പിടിയും വലിയാണ്. അപ്പം മുത്തശ്ശി മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്താ ഇതൊരു പുതിയ കാര്യമാണല്ലോ, ലക്ഷ്മി വലിഞ്ഞു കയറി ജോലിയൊക്കെ ചെയ്യുന്നു. അപ്പോഴേക്കും നോക്കിക്കൊണ്ടേ വരുന്ന മുത്തശ്ശി സ്റ്റെയർകേസിൽ നിന്നും താഴെ ഊരി വീണു. അയ്യോ നടുവൊടിഞ്ഞേ എന്ന് പറഞ്ഞ് മുത്തശ്ശി നിലവിളിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രികയും ലക്ഷ്മിയും അത് കണ്ട് നോക്കുകയാണ്. അയ്യോ അമ്മായി. അപ്പോഴേക്കും ചന്ദ്രിക ഓടിപ്പോയിട്ട് പറയാണ്, അയ്യോ എന്ത് പറ്റി? മേഡം എന്ത് പറ്റി മേഡം, എന്തിനാ കരയുന്നേ? അപ്പോഴാണ് മഹേന്ദ്രൻ സാർ ലക്ഷ്മിയോട് പറയുന്നത്, ചന്ദ്രിക തുടച്ചെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ? ലക്ഷ്മി, നിന്റെ തുടക്കൽ കാരണം ചെറിയമ്മയുടെ നടുവൊടിഞ്ഞു. ചന്ദ്രിക സഹികെട്ട് എങ്ങനെയൊക്കെയോ അവരെ എടുത്ത് പൊന്തിച്ച്. അപ്പോൾ ആ സമയത്ത് അവർ പറയാണ്, എന്താ ലക്ഷ്മി, നിന്നോടാരാ ഈ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞേ? മര്യാദയ്ക്ക് തുടക്കാൻ അറിയാത്തത് കൊണ്ടല്ലേ എൻ്റെ നടുവൊക്കെ ഒടിഞ്ഞത്. മേഡം പതുക്കെ ഇറങ്ങി മേഡം, സൂക്ഷിച്ച് പതുക്കെ ഇറങ്ങി മേഡം എന്ന് പറഞ്ഞ് ചന്ദ്രിക അവരെ എങ്ങനെയോ താഴേക്ക് ഇറക്കി. വാ, പതുക്കെ വാ എന്ന് പറഞ്ഞ് ലക്ഷ്മിയും അവരെ ഒന്ന് താങ്ങിക്കൊടുക്കുകയാണ്. അപ്പോൾ അവർ പറയാണ്, അയ്യോ എൻ്റെ നടുവൊടിഞ്ഞേ, അങ്ങോട്ട് എന്ന് പറഞ്ഞ് ലക്ഷ്മിയെ മാറ്റി നിർത്തുകയാണ് അവർ. ലക്ഷ്മി മഹേന്ദ്രൻ സാറിനെ തന്നെ നോക്കുകയാണ്. മഹേന്ദ്രൻ സാറാണെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്.
മഹേന്ദ്രൻ സാറിൻ്റെ ചിരി കണ്ടപ്പോൾ ലക്ഷ്മി കുറച്ച് സമാധാനമായി. പിന്നെ കാണിക്കുന്നത് മഹേന്ദ്രൻ സാറ് പുറത്തിരുന്നിട്ടാണുള്ളത്. അപ്പോൾ ലക്ഷ്മി അവിടെ കോഫിയുമായിട്ട് വന്നിട്ട് പറയാണ്, ഏട്ടാ കോഫി കുടിക്കേ. അപ്പോഴാണ് ലക്ഷ്മിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ചന്ദ്രിക മുറ്റത്ത് വരച്ച കോലം. എന്നിട്ട് പറയാണ്, കുറച്ച് സമയം നോക്കിയിട്ട് പറയാണ്, ഏട്ടാ മുറ്റത്ത് വരച്ച കോലം കണ്ടായിരുന്നോ ചന്ദ്രിക? അതേ ലക്ഷ്മി, നമ്മുടെ മകൾ എത്ര മനോഹരമായിട്ടാണ് കോലം വരക്കുന്നത്. ശരിക്കും ചന്ദ്രിക ഏട്ടനെ പോലെ തന്നെയാ. ഏട്ടൻ എങ്ങനെയാണോ വരയ്ക്കുന്നത് അതുപോലെ തന്നെ അവളും വരയ്ക്കുന്നത്. അവളെ ഞാൻ നന്നായിട്ട് ഒബ്സർവ് ചെയ്തു. ഒരുപാട് കാര്യങ്ങളിൽ അവൾ ഏട്ടനെ പോലെ തന്നെയാ. സത്യമാണോ? അതേ ഏട്ടാ, ഏട്ടനെ പോലെ തന്നെ ക്രിയേറ്റിവിറ്റിയായി ഡിസൈൻ ചെയ്യുന്നു, എപ്പോഴും നന്നായിട്ട് ജോലി ചെയ്യുന്നു, ഏട്ടനെ പോലെ തന്നെ കള്ളം പറയില്ല, ആരെന്ത് തെറ്റ് ചെയ്താലും നേരെ വിളിച്ച് ശകാരിക്കുന്നു. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ് അവൾ. ഏട്ടനിൽ കാണുന്ന എല്ലാ ക്വാളിറ്റിയും ഞാൻ ചന്ദ്രികയിലും കണ്ടു. അതേ ലക്ഷ്മി, എൻ്റെ തനി പകർപ്പ് തന്നെയാണ് ചന്ദ്രിക. ഞാനും അത് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്കിളിനെ അന്വേഷിച്ച് സിദ്ധു വരികയാണ്. സിദ്ധു പറയാണ്, ആ അങ്കിൾ ഇവിടെ ഉണ്ടായിരുന്നോ? എനിക്ക് അങ്കിളിനോട് അല്പം സംസാരിക്കണം. അതിനെന്താ, വരൂ, ഇരിക്കൂ. സാറില്ല അങ്കിളെ, ഞാനിവിടെ നിന്നോളാം. മേഘ കുറച്ച് ഡിസൈൻസിനെ നമ്മളെ കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്തായിരുന്നല്ലോ. പക്ഷേ അവരാരും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ട് നമ്മളുമായിട്ട് അവർ പോയി മറ്റൊരു കമ്പനിയിലേക്കും ഡിസൈൻസൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സാറേ. ഇത് HR ആണ് കണ്ടുപിടിച്ച് എന്നോട് പറഞ്ഞത്. അവരെ ഞാൻ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ഇപ്പം കമ്പനിയിലേക്ക് പുതിയ ഡിസൈൻസിനെ ആക്കണം എന്ന് ആഗ്രഹമുണ്ട്. എത്ര വേണമെങ്കിലും ചെയ്തോളൂ സിദ്ധാർത്ഥ്, എന്ത് വേണമെങ്കിലും ചെയ്തോ നീ. ഇനി ഇതൊന്നും എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. നീ തന്നെ ഡിസൈഡ് ചെയ്തോ. അതല്ല അങ്കിളെ, ചന്ദ്രികയുടെ ഡിസൈൻസ് എല്ലാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവളുടെ ഓരോ ഡിസൈൻസിലും ഓരോ പ്രത്യേകതയുണ്ട്. ചന്ദ്രികയെ നമ്മുടെ കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്യണമെന്നുണ്ട്. അതിനോട് എന്താ അങ്കിളുടെ അഭിപ്രായം? അപ്പോൾ ലക്ഷ്മി പറയാണ്, സിദ്ധു പറഞ്ഞത് ശരിയാണ് ഏട്ടാ. ചന്ദ്രികയ്ക്ക് അല്ലെങ്കിൽ തന്നെ ക്രിയേറ്റിവിറ്റീസ് വളരെ കൂടുതലാണ്. അവൾ വരയ്ക്കുന്ന കോലായാലും അവളുടെ ഡ്രോയിങ്സ് ആയാലും എല്ലാം തന്നെ അവൾ വളരെ നന്നായിട്ടാണ് ചെയ്യുന്നത്. സിദ്ധു പറഞ്ഞതുപോലെ അവൾക്കൊരു ചാൻസ് കൊടുത്താൽ ബെറ്ററായിട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. ചന്ദ്രികയെ ഡിസൈനറായി റിക്രൂട്ട് ചെയ്യണം എന്ന് നീ പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂ നടത്തണം. ഈസ് ബിഫോർ ദ ജോബ് എന്ന് ഉറപ്പ് വരുത്തണം. ശരി അങ്കിളെ, ഞാൻ നോക്കിക്കോളാം. ചന്ദ്രികയോടും അവൾക്കിത് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുക. ഒരുപക്ഷെ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മളിതിന് നിർബന്ധിക്കരുത്. ശരി അങ്കിളെ. അപ്പോൾ ലക്ഷ്മി പറയാണ്, ചന്ദ്രിക നമ്മുടെ കമ്പനിയിൽ ഡിസൈനറായിട്ട് ജോലി ചെയ്താൽ നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം അവൾ ഇൻ്റർവ്യൂവിൽ സെലക്ട് ആവട്ടെ, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. ലക്ഷ്മി അപ്പോൾ സിദ്ധു പറയാണ്, അങ്കിളെ, നാളെ ഞാൻ കുറച്ച് പേരോട് ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവരോടൊപ്പം തന്നെ ഞാൻ ചന്ദ്രികയോടും ഇൻ്റർവ്യൂവിന് വരാൻ വേണ്ടി പറയാം. നോക്കാം അവൾ വരുമോ എന്ന്, എന്നിട്ടെല്ലാം തീരുമാനിക്കാം. ശരി അങ്കിളെ. പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക മലറിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് സിദ്ധു വന്നിട്ട് പറയാണ്, ചന്ദ്രികയെ, നിന്നോട് അല്പം സംസാരിക്കണം. പറഞ്ഞോളൂ സാർ. ഒന്നുമില്ല ചന്ദ്രിക, ലാസ്റ്റ് ടൈമിൽ കുറച്ച് ഡിസൈൻസ് ചെയ്ത് തന്നായിരുന്നല്ലോ, അത് വളരെ നന്നായിരുന്നു. അതെല്ലാം നമ്മുടെ ക്ലയൻസ് അപ്രൂവ് ചെയ്തു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലയൻസ് അതുപോലത്തെ ഒരുപാട് ഡിസൈൻസിന് ചോദിക്കുന്നുണ്ട്. അവർ പ്രതീക്ഷിക്കുന്ന ഡിസൈൻസ് എല്ലാം ചന്ദ്രികയ്ക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ അങ്കിളിനോട് സംസാരിച്ചു. അപ്പോൾ അങ്കിള് ചന്ദ്രികയോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു, ചന്ദ്രികയെ, നിനക്ക് എന്തുകൊണ്ട് നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്തുകൂടാ? എന്താ സാർ ഈ പറയുന്നത്? ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യാനോ? വിദ്യാഭ്യാസമുള്ളവരെ ജോലി ചെയ്യുന്ന കമ്പനിയിൽ എന്നെപ്പോലെയുള്ളവർ എന്ത് ചെയ്യാനാ സാർ? സിദ്ധു ചിരിച്ചുകൊണ്ട് പറയാണ്, വിദ്യാഭ്യാസവും കഴിവും തമ്മിൽ യോജിപ്പൊന്നുമില്ല. നിനക്ക് കഴിവുണ്ട്, ആ കഴിവ് നമ്മുടെ കമ്പനിക്ക് ആവശ്യമുണ്ട്, അത്രയേ ഉള്ളൂ. വേണ്ട സാറേ, ഇതുപോലെ വീട്ടുജോലിയോ പാചകം ചെയ്യലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് പറ. എന്താടോ ഇത്? ഇപ്പോഴല്ലേ മലറിന് കവിതയൊക്കെ ചൊല്ലിക്കൊടുത്തത്, എന്നിട്ട് സ്വയം ഇങ്ങനെ താഴ്ത്തിക്കെട്ടാമോ? നോക്ക്, ഉന്നത വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ വീട്ടുജോലി മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നോക്ക് ചന്ദ്രിക, പഠിച്ചവർ മാത്രമേ വലിയ ജോലി ചെയ്യാൻ പറ്റൂ എന്ന് നിർബന്ധമൊന്നുമില്ല. കഴിവുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. ചന്ദ്രികയെ, നിനക്ക് ഓൾറെഡി ക്രിയേറ്റിവിറ്റി സെൻസ് ഉണ്ട്, നല്ല ഐഡിയാസും ഉണ്ട്.
നല്ല ഡിസൈൻസും നീ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഡിസൈൻസ് ചെയ്യാനുള്ള കഴിവ് ആർക്കും അത്ര എളുപ്പത്തിൽ കിട്ടുന്നതല്ല ചന്ദ്രികയെ. അതൊക്കെ ദൈവം തരുന്ന അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ സമ്മാനമാണത്. എന്തായാലും ആ കഴിവ് നിനക്കുണ്ട്. നീ അത് ക്രിയേറ്റീവായി യൂട്ടിലൈസ് ചെയ്ത് ജീവിതത്തിൽ മുന്നിൽ വരാൻ വേണ്ടി ശ്രമിക്കൂ ചന്ദ്രികയെ. അങ്ങനെ സിദ്ധുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ചന്ദ്രിക ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അങ്ങനെ ചന്ദ്രിക അവിടെ എത്തിയാൽ മേഘയുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് നമുക്ക് നാളെ കാണാം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.